സേതു അഹേതുകമെങ്കിലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ പെടുന്നു എന്ന തിരിച്ചറിവാണ് സേതുവിൻ്റെ കഥകളുടെ അന്തസ്സാരം. ഈ അന്തസ്സാരവും ചേർന്നതാണ് മനുഷ്യജീവിതവും മനുഷ്യ മനസ്സും. ഈ ഉൾക്കാഴ്ചകളിലൂടെ സേതു എഴുതിയ മനോഹരമായൊരു കഥ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നു. വേനൽ. അവർ കതക് തുറന്ന് വീണ്ടും വെളിയിലേക്ക് എത്തി നോക്കി. വരാന്തയുടെ ഒരു കോണിൽ അരണ്ട വെളിച്ചത്തിൽ ആ ചെറുപ്പക്കാരൻ അതേപടി കൂനിക്കൂടിയിരിക്കുന്നു. മെലിഞ്ഞൊടിഞ്ഞ ശരീരം, കാട് പിടിച്ച മുടി, കനം വയ്ക്കാത്ത താടി, മുഷിഞ്ഞുലഞ്ഞ ഷർട്ടും മുണ്ടും. കുളിച്ചിട്ട് വേഷം മാറിയിട്ട് നാളേറെയായി കാണും. വിയർപ്പിൻ്റെ നാറ്റം ഇവിടെ വരെ വന്നെത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണക്കച്ചുള്ളികൾ പോലെയുള്ള വിരലുകൾ ഉയർത്തി മുടിക്കിടയിൽ ചൊറിയുന്നുണ്ട്. നീ ഇതുവരെ പോയില്ലേ? ചിമ്മിനി വിളക്കുമായി വരാന്തയിൽ ഇറങ്ങിയിട്ട് അവർ ചോദിച്ചു. അവൻ മിണ്ടിയില്ല, തിരിഞ്ഞു നോക്കിയതുകൂടിയില്ല. വിരലുകൾക്കിടയിൽ തടഞ്ഞ പേനിനെ ഉഷ് എന്ന മുരൾച്ചയോടെ ഞെരിച്ചുകൊണ്ട് അവൻ ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കിയിരുന്നു. എന്താ നിന്റെ പേര്? എവിടെയാ നാട്? വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാണോ? അതിനും മറുപടി കിട്ടിയില്ല. മീനച്ചൂടിൽ തിളയ്ക്കുന്ന ഇരുട്ട് ഒലിച്ചിറങ്ങി അവിടെ എവിടെയായി കട്ട പിടിച്ച് കിടന്നു. അവൻ വികൃതമായ ഒരു ഞരക്കത്തോടെ ശ്വാസം വിടുന്നതും ഇടയ്ക്കിടയ്ക്ക് കൊക്കി കൊക്കി ചുമയ്ക്കുന്നതും അവർ കേട്ടു. ചുമയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പൊട്ടിക്കലങ്ങുന്നു. കഫം കുറുകിയ തൊണ്ടയിലൂടെ തെറിക്കുമ്പോൾ ഒച്ചയുടെ ചീളുകൾക്ക് തുടർച്ച നഷ്ടപ്പെടുന്നു. കാര്യമൊക്കെ ശരി തന്നെ. അവർ ഇരുട്ടിൻ്റെ പശിമയിലേക്ക് തുറിച്ച് നോക്കിക്കൊണ്ട് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ ഇവിടെ കുത്തിയിരിക്കണത് എനിക്ക് പൊക്കണം കേടാണ്. കുട്ടികളുടെ അച്ഛൻ അടുത്ത മാസം അവധിക്ക് വരും. അവൻ അത് കേട്ട ഭാവം കാട്ടിയില്ല. തലയൊന്ന് വിറച്ച് മടിക്കുത്തിൽ തപ്പി ഒരു ബീഡിയെടുത്ത് ചുണ്ടിൽ പിടിപ്പിച്ചു. കൊള്ളിയുരസുമ്പോൾ അവൻ്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം കത്തിയണഞ്ഞ നാളത്തിൽ അവൻ്റെ കവിളിൽ ഒരു നീണ്ട വട് കണ്ടു. വേലിക്കെട്ടിനപ്പുറത്ത് ഇടവഴിയിലൂടെ ആരോ ചൂട്ടുമിന്നിച്ചുകൊണ്ട് കടന്നുപോയി. വണ്ടിക്കൂലി കാശില്ലെങ്കിൽ ഞാൻ തരാം, വേഗം വയ്ക്കോ. 9:30 ആണ് ഒടുവിലത്തെ ബസ്. അതിലേറി നിനക്ക് ടൗണിലേക്ക് പോകാം. പിന്നെ ബീഡിക്കുറ്റി മുറ്റത്തിടരുത്. നേരം വെളിച്ചാവുമ്പോൾ ആരെങ്കിലും കാണും. അവനത് ശ്രദ്ധിക്കാതെ എതിർവശത്തേക്ക് തിരിഞ്ഞപ്പോൾ മുഖം കാണായി. ജട പിടിച്ച മുടി, പാവൽ വള്ളികൾ പോലെ ചുരുണ്ട് തൂങ്ങിക്കിടക്കുന്ന മുടിയിഴകൾ. പെട്ടെന്നവരുടെ ശബ്ദം കനത്തു. കാര്യമൊക്കെ ശരി തന്നെ. നീ ഇനി ഇവിടെ ഇരിക്കാൻ പാടില്ല. കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. അല്ല, ഇനി മുഷ്ക കട്ടാനാണ് ഭാവമെന്ന് വെച്ചാൽ ഞാൻ തെക്കേന്ന് അച്ചോട്ടിനെ വിളിക്കും. മൂപ്പരുടെ കൈ കിട്ടിയ നിൻ്റെ ഒരു എല്ല് പോലും ബാക്കിയുണ്ടാവില്ല. അവൻ പൊടുന്നനെ മുഖം തിരിച്ചു. അരണ്ട വെളിച്ചത്തിൽ ആദ്യമായി അവർ ആ മുഖം മുഴുവനായും കണ്ടു. അവർ ചിമ്മിനി വിളക്ക് ഉയർത്തി നോക്കി. വെടിച്ച് വിണ്ടുകീറിയ നിർവികാരമായ മുഖം. കുണ്ടിൽ പോയ പാടകെട്ടിയ കണ്ണുകളിൽ അവരുടെ കണ്ണുകൾ കൊരുത്തു. തൻ്റെ മുഖത്തെന്തോ ഇഴയുന്നതായി അവർക്ക് തോന്നി. അവർ പെട്ടെന്ന് മേൽമുണ്ട് പിടിച്ച് നേരിട്ടു. മുണ്ടിൻ്റെ കോന്തൽ കൊണ്ട് വിയർപ്പൊപ്പി കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് പിറുവിറുത്തു. പിന്നെ ഇത്ര നേരം? ഇത്ര ആയില്ലേ? വീണമെങ്കിൽ ഈ വരാന്തയിൽ കിടന്നോ. വെളുക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയാൽ മതി. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞോളാം. അവൻ വീണ്ടും തലവെട്ടി ചുരുട്ടിലേക്ക് തുറച്ചു നോക്കിയിരിപ്പായി. ബീഡി ആഞ്ഞു വലിക്കുമ്പോൾ അവൻ്റെ കവിളലുകൾ വലിഞ്ഞൊട്ടുന്നത് കണ്ടു. പുകച്ചുരുളുകൾ ഉയരുമ്പോൾ അവൻ്റെ കറുത്ത ചുണ്ടുകൾ വിറയ്ക്കുന്നു. അവർ ഇത്തിരി നേരം അങ്ങനെ നോക്കി നിന്നു. അകത്ത് കുട്ടികളുടെ ഇടവിട്ടുള്ള കൂർക്കമ്പലി. നേർത്ത മീനക്കാറ്റിൽ പഴുത്തു ചെയ്യുന്ന പറങ്കി മാങ്ങകളുടെ ഗന്ധം. വേലിപ്പടർപ്പിൽ ചിതറിപ്പറക്കുന്ന മിന്നാമിനുകൾ. സർപ്പക്കാവിനടുത്ത് നിന്ന് ഒരു ചാവാലിപ്പട്ടി നീട്ടി മൂങ്ങി. എന്തോ ഓർത്തിട്ടവർ തിടുക്കത്തിൽ പറഞ്ഞു.
വിശക്കനുണ്ടെങ്കിൽ പടിഞ്ഞാപ്പുറത്തേക്ക് വാ, കലത്തിലിത്തിരി ചോറ് ബാക്കി കാണാം. ഒന്ന് മടിച്ചിട്ട് അവർ കൂട്ടിച്ചേർത്തു. ആരെങ്കിൽ കണ്ടാ പറഞ്ഞോളാം ഏതോ ഭ്രാന്തനാണ്. അവൻ ബീഡി വലിച്ചെറിഞ്ഞ് തലകുനിച്ച് മുഖം മുട്ടുകൾക്കിടയിലേക്ക് താഴ്ത്തി. അല്ലെങ്കിൽ പടിഞ്ഞാപ്പുറത്തേക്ക് വേണ്ട, തിണ്ണയിലിരുന്നാൽ ആരെങ്കിലും കാണും. കുട്ടികളുടെ അച്ഛൻ മണി ഓർഡർ മാസം മാസം വരണതുകൊണ്ട് കരക്കാർക്കൊക്കെ അസൂയയാണ്. അകത്തേക്ക് വന്നോളൂ. ഊണ് കഴിഞ്ഞാൽ ഉടൻ സ്ഥലം വിട്ടോളണം. വല്ല ആൽത്തറയിലോ പീഡികത്തിണ്ണയിലോ പോയി കിടന്നോളണം. അവൻ തലതിരിച്ച് അവരുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. തെല്ലൊരു പരുങ്ങലോടെ ആടിയാടി എഴുന്നേറ്റ് മുണ്ടൊന്ന് കുടഞ്ഞെടുത്തിട്ട് മുറ്റത്തേക്ക് കാറിത്തുപ്പി. അവർ ചിമ്മിനി വിളക്ക് വീണ്ടും ഉയർത്തി നോക്കി. വലിഞ്ഞൊട്ടിയ മുഷിഞ്ഞ മുഖത്ത് അപ്പോഴും യാതൊരു വികാരവുമില്ല. കുപ്പായം വിയർപ്പിൽ കുതിർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. തോളിൽ തൂക്കിയിട്ട് ഒരു തുണിസഞ്ചി. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പോക്ക് ആർക്കാ നിശം? വിശക്കനുണ്ടെങ്കിൽ അതങ്ങട്ട് പറഞ്ഞൂടെ? അവർ ആരോടെന്നില്ലാതെ പിറുപിറുക്കുകയായിരുന്നു. ഒരു നിമിഷം മടിച്ചു നിന്നിട്ട് വിളക്കുമായി അവർ ഇടനാഴിയിലൂടെ കടന്നു. അടുക്കളയിലെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. അവൻ ചുവരിലെ ഒരു ഫോട്ടോയിൽ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണ് കുട്ടികളുടെ അച്ഛൻ, അവർ പറഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇപ്പം അതുപോലൊന്നുമില്ല, മുടിയൊക്കെ കുറേ നരച്ചിരിക്കുന്നത്. അവൻ്റെ കണ്ണുകൾ ഫോട്ടോയിൽ നിന്ന് തെന്നി ചുവരിലെ ചിലന്തി വലകളിലൂടെ ഇഴയുകയായിരുന്നു. വാ, നേരെ ഒരുപാടായി, എനിക്ക് ഉറക്കം വരണു. അവരുടെ ശബ്ദം ചിലമ്പി. അവൻ തേങ്ങി നടന്നു വന്നു. തളത്തിലെ കറുത്ത നിലത്ത് കാലുകൾ ചേർത്ത് ചമ്രം പടഞ്ഞിരുന്നു. അവർ കലത്തിൽ ബാക്കി കിടക്കുന്ന ചോറ് മുഴുവൻ ഒരു കവിടി പിഞ്ഞാണത്തിലേക്ക് കോരിയിട്ടു. പിഞ്ഞാണം അവൻ്റെ അടുക്കലേക്ക് നീക്കി വെച്ചു കൊടുത്തു. കൂട്ടാനൊന്നുമില്ല, അടുക്കള വാതിലിൽ ചാരിക്കൊണ്ട് പറഞ്ഞു. വല്ലോന്മാരൊറ്റ കാണും, വേണമെങ്കിൽ 2 കാന്താരി മുളക് തരാം, മതിയോ? അവൻ പിഞ്ഞാണത്തിന് മുൻപിൽ കുനിഞ്ഞിരിക്കുകയായിരുന്നു. ചോറിലേക്കും തൻ്റെ വെടിച്ചുണങ്ങിയ കൈപ്പത്തിയിലേക്കും മാറി മാറി നോക്കിയിട്ട് അവൻ വീണ്ടും മുഖമുയർത്തി. അവൻ്റെ തുളച്ചു കയറുന്ന നോട്ടത്തെ നേരിടാനാകാതെ അവർ മുഖം തിരിച്ചു. കുട്ടികളുടെ അച്ഛന് മോരും കാന്താരി മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അവരുടെ ശബ്ദം അറിയാതെ വിറച്ചു. ചുണ്ടുകൾ നനച്ചുകൊണ്ട് മേൽപുണ്ടിൻ്റെ കോന്താല ഉയർത്തി മുഖത്തെ വിയർപ്പൊപ്പി. എന്തൊരുഷ്ണ! ഇത്തവണ ശിവരാത്രിയുടെന്നും മഴ പെയ്തില്ല. മൂപ്പർക്ക് അവധി കിട്ടാൻ വലിയ വിഷമമാത്രേ. എന്തായാലും അടുത്ത മാസം വരാണ്ടിരിക്കില്ല. പിന്നീടൊന്നും പറയാതെ മേൽമുണ്ടിൻ്റെ അറ്റം വിടർത്തി വീശിക്കൊണ്ട് ജനാലയഴികൾ മുറിച്ചിടുന്ന ഇരുട്ടിലേക്ക് അവർ തറച്ചു നോക്കി. അവർ നിന്നു. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അനങ്ങാതെ അതേ ഇരിപ്പിരിക്കുന്നത് കണ്ടു. മേൽമുണ്ടിൻ്റെ അറ്റം വിടർത്തി വീണ്ടും വീശി ജനാലഴികൾ മുറിച്ചിടുന്ന ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അവർ നിന്നു. വേലിപ്പടർപ്പിനരികെ നിന്ന് ഉറക്കെ അമറിക്കൊണ്ട് 2 പൂച്ചകൾ മുറ്റത്തേക്ക് എടുത്തു ചാടി. അവർ ജനാലയ്ക്കരികിൽ ചെന്നെത്തി നോക്കി. പൂച്ചകൾ കടിച്ചു കയറിക്കൊണ്ട് തുളസിത്തറയ്ക്ക് പുറകിലേക്ക് മറഞ്ഞു കഴിഞ്ഞു. മീനച്ചൂട് ഉരുകിക്കയറുകയായിരുന്നു. അവർ ജനാലയിൽ ചാരി നിന്നു. അവൻ്റെ തളർന്ന നോട്ടം അവരുടെ മുഖത്തു നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് പിഞ്ഞാണത്തിലെത്തി. വീണ്ടും മുകളിലേക്ക്. ആ നോട്ടത്തിൻ്റെ തീഷ്ണതയിൽ തൻ്റെ മേൽമുണ്ട് ഊർന്നു വീണു പോകുന്നതായി അവർക്ക് തോന്നി. കാൽവിരലിലൂടെ ചെറിയൊരു തണുപ്പ് മുകളിലേക്ക് തരിച്ചു കയറുന്നു. ഉള്ളിലെന്തൊക്കെയോ ഉരുകി അലിയുന്നു. ചൂടിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രാകൃതമായ തണുപ്പിൻ്റെ തളർച്ച. വരണ്ട ചുണ്ടുകൾ നനച്ച് കടിച്ചു പിടിച്ച് അവർ തെല്ലുനേരം നിന്നു. ഒന്നും കഴിച്ചില്ലല്ലോ, വിശക്കണില്ലേ? പിന്നെ എന്താ നിനക്ക് വേണ്ടത്? തൻ്റെ ചിലമ്പിയ ശബ്ദം കേട്ടപ്പോൾ അവർ നടുങ്ങിപ്പോയി. തളർച്ചയോടെ ജനാലഴികളിൽ അള്ളിപ്പിടിച്ച് അവർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഗുരുവായൂരപ്പനെ വിളിച്ചു. അവൻ പെട്ടെന്നനങ്ങി. കോർത്ത കാലുകൾ വലിച്ചൂരിയെടുത്ത് മടക്കി ഒരു കൈകുത്തി പതുക്കെ എഴുന്നേറ്റു. അവരുടെ നേർക്ക് ഒരിക്കൽ കൂടെ തറച്ചു നോക്കിയിട്ട് തളർന്ന കണ്ണുകൾ താഴ്ത്തി തൂക്ക് സഞ്ചിയെടുത്ത് തോളിലിട്ടു. വേച്ച് ഇടനാഴിയിലേക്ക് കടന്നു. ഇടനാഴിയിൽ നിന്ന് പുറത്ത വരാന്തയിലേക്ക്. ജനാലഴികളിൽ മുഖമമർത്തിക്കൊണ്ട് അവർ നോക്കി നിന്നു. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ ഉറക്കെ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് കാറിത്തുപ്പി. പിന്നീട് കാലുകൾ നീട്ടിവെച്ച് ആടിയാടി നടന്നു. ആ മെലിഞ്ഞ രൂപം ഇരുട്ടിലലിയുന്നത് അവർ നോക്കി നിന്നു. അവൻ പടിപ്പുര കടന്നു കാണും. ഇടവഴിയിലൂടെ ചൂട്ടുമിന്നിച്ചുകൊണ്ട് ആരോ നടന്നു വരുന്നത് കണ്ടപ്പോൾ അവർ നടുങ്ങി. അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടു കാണുമോ?
1979 എഴുതിയ കഥ ഇവിടെ അവസാനിക്കുന്നു.